പത്തനംതിട്ടയിൽ സർവേ ഡിപ്പാർട്ട്മെന്റിന്റെ സ്പെഷ്യൽ ടീം നടത്തുന്ന ഭൂമി സർവേക്കെതിരെ വ്യാപക പ്രതിഷേധം. പ്രമാണമുള്ള ഭൂമി പോലും പുറമ്പോക്കു ഭൂമിയായി രേഖപ്പെടുത്തിയതായി ഭൂ ഉടമകളുടെ പരാതി. പ്രമാണം ഈടുവെച്ച് വായ്പയെടുത്ത ഭൂമിയും പുറമ്പോക്കു ഭൂമിയായി കണക്കാക്കി സർവേ ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യൽ ടീം. അതേസമയം ലഭ്യമായ സർവേ റെക്കോർഡുകൾ പ്രകാരമാണ് പുറമ്പോക്കു ഭൂമി കണ്ടെത്തിയതെന്നാണ് സർവേ ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യൽ ടീമിന്റെ വിശദീകരണം. 11.5 സെന്റ് ഭൂമിയുടെ പ്രമാണമേട് നൽകി ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് നിർമ്മിച്ച പത്തനംതിട്ട നാരണമൂഴി ഗ്രാമപഞ്ചായത്തിലെ ഒരു വീടാണിത്. സ്ഥലത്തിന് കരമടയ്ക്കുന്നുണ്ട്, കെട്ടിട നികുതിയും അടയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ 11.5 സെന്റ് സ്ഥലം പുറമ്പോക്ക് ഭൂമിയാണെന്നാണ് സർവേ ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യൽ ടീമിന്റെ കണ്ടെത്തൽ. സർവേ അംഗീകരിക്കില്ലെന്ന് സ്ഥല ഉടമ CY വർഗീസിന്റെ ഭാര്യ അനി വർഗീസ് പറഞ്ഞു. ഞങ്ങൾ അംഗീകരിക്കത്തില്ല. ഞങ്ങൾക്കിത് കരമടയ്ക്കുന്നുണ്ട്. ഞങ്ങളുടെ ഭൂമി തന്നെയാണ്. ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയതാ. ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഞങ്ങൾ വാങ്ങിയതാ. സമീപത്തുള്ള വിജയന് 7 സെന്റ് ഭൂമിയും വീടുമാണുള്ളത്. ഈ ഭൂമിക്കും 40 വർഷത്തോളമായി കരം അടയ്ക്കുന്നുണ്ട്. വിജയന്റെ ഭൂമിയും പുറമ്പോക്കിലെന്നാണ് സർവേ ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യൽ ടീമിന്റെ കണ്ടെത്തൽ. ഞാനിവിടെ വസ്തു വില കൊടുത്ത് വാങ്ങിച്ചു. 30 ലക്ഷം രൂപ 35 ലക്ഷം രൂപ മുടക്കി വീട് പണിഞ്ഞ് താമസിച്ചുകൊണ്ടിരിക്കുക. 35 വർഷമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പം പറയുന്ന ഭൂമിയില്ല, ഇതെല്ലാം പുറമ്പോക്കിലാണെന്ന് പറയുന്നു. ഇത് കണ്ടുപിടിക്കുക. ഇത് തെറ്റത്. എൻ്റെ ഇതിൻ്റെ മുഴുവൻ രേഖയുണ്ട്, കരമടച്ച രസീതുണ്ട്, ഇത് ആധാരത്തിന്റെ കോപ്പിയുണ്ട്, ആധാരമുണ്ട്, എല്ലാം ഉണ്ട്. പുതിയ സർവേ പ്രകാരം പ്രദേശവാസി PG എബ്രഹാമിന്റെ 50 സെന്റ് സ്ഥലം പുറമ്പോക്കിലാണ്. 1947 എൻ്റെ പിതാവ് ഇത് വിലയ്ക്ക് വാങ്ങിച്ച സ്ഥലമാണ്. 2 ഏക്കർ സ്ഥലം വാങ്ങിച്ചതാണ്. അന്ന് ഇത് പേര് കൂട്ടിയപ്പോൾ പുറമ്പോക്ക് തള്ളിയായിരിക്കാം 1 ഏക്കർ 60 സെന്റിന് മാത്രമേ എനിക്ക് പതിവായിട്ട് കിട്ടിയുള്ളൂ. ഈ 1 ഏക്കർ 60 സെന്റിന് കഴിഞ്ഞ 7 വർഷമായിട്ട് കരം അടച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഭാഗത്തെ SNDP ഗുരുമന്ദിരവും പുറമ്പോക്ക് ഭൂമിയിലാണെന്നാണ് പുതിയ സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ പമ്പാനദീ തീരത്ത് ഒറ്റയടി പാതയുണ്ടായിരുന്നു. ഈ ഒറ്റയടി പാതയാണ് അതിർത്തിയായി രേഖപ്പെടുത്തി പഴയ സർവേ കല്ലുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നടത്തിയ സർവേയിൽ നാട്ടുകാർ സ്ഥലം വിട്ടു നൽകി നിർമ്മിച്ച റോഡ് പഴയ ഒറ്റയടി പാതയായി ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിച്ചതാണ് തങ്ങളുടെ ഭൂമി പുറമ്പോക്കായി രേഖപ്പെടുത്താൻ കാരണമായതെന്ന് ഭൂ ഉടമകൾ പറയുന്നു. ഞങ്ങളുടെ അതിൽ ഒരു പുറമ്പോക്കോ കാര്യങ്ങളോ ചെറിയൊരു പുറമ്പോക്കോ ഉള്ളൂ. അത് നടന്നു പോകാൻ ഒരു കൈവഴി ആയിട്ട് 2 മീറ്ററോ ഒരു കൈവഴിയായിട്ടേ ഉള്ളൂ. പിന്നീടാണ് ഈ റോഡ് വെട്ടിയിരിക്കുന്നത്. അത് ഇവിടെയുള്ള ആൾക്കാരെല്ലാം കൂടി വെട്ടിയിരിക്കുന്ന റോഡാണ്. ഇപ്പൊ ആ റോഡിന്റെ അടിവശം കംപ്ലീറ്റ് പുറമ്പോക്കലാണെന്ന് ഇവർ പറയുന്നു. പുതിയ സർവേ അംഗീകരിക്കില്ലെന്നാണ് ഭൂ ഉടമകളുടെ നിലപാട്. അതേസമയം ലഭ്യമായ സർവേ റെക്കോർഡുകൾ പ്രകാരമാണ് പുറമ്പോക്ക് ഭൂമി കണ്ടെത്തിയതെന്നാണ് സർവേ വിഭാഗം സ്പെഷ്യൽ ടീം അറിയിക്കുന്നത്. റിപ്പോർട്ടർ, പത്തനംതിട്ട.